മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, നമ്മുടെ കേരളത്തിൽ ഒരേ ഒരു MP ഉള്ളൂ, അതേപോലെ തന്നെ ഒരേ ഒരു മേയറുമേ ഉള്ളൂ. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു, ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല, ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ. എന്ത് വിഷയം ഉണ്ടെങ്കിലും സുരേഷ് ഗോപിക്ക് പിന്നാലെയാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും. അപ്പൊ കേരളത്തിലെ സകല ആളുകൾക്കറിയാം സുരേഷ് ഗോപി കേരളത്തിലെ MP ആണെന്നുള്ളത്. ബാക്കി 19 പേരുടെ പേര് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾ പേര് പറയും? ഇനി അത് കഴിഞ്ഞു, അത് വലിയ ബഹളായിരുന്നു. ഇപ്പൊ അതൊന്നുമെല്ലാം അടക്കി വെച്ചിട്ട് സകല പ്രമുഖ മാധ്യമങ്ങളോടും നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ മേയറുടെ പിന്നാലെയാണ്. മേയറുമായി ബന്ധപ്പെട്ട് പരമാവധി വിവാദങ്ങൾ കുത്തിപ്പൊക്കാൻ. ഇപ്പോ മേയർ സ്ഥാനത്തേക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ബഹളാണ് ആർ ശ്രീലേഖയുടെ പിന്നാലെ നടന്ന് ഇപ്പൊ വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. മേയർ സ്ഥാനത്തേക്ക് ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം. സകല പ്രമുഖ മാധ്യമങ്ങളും ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഒരു ന്യൂസാണ്, ബിഗ് ബ്രേക്കിംഗ്, ആർ ശ്രീലേഖയുടെ പ്രതികരണം, മേയർ ആക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിലിപ്പോ എന്താണ് ഇതിലൊരു അത്ഭുതം ഉള്ളത്? ഇതിലിപ്പോ എന്താ ഞെട്ടണം? ഈ വാർത്ത കേട്ട് നമ്മളൊക്കെ ഞെട്ടണം. എന്താണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാവാതിരിക്കാന്, ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് മനഃപൂർവ്വം കുത്തിത്തിരിപ്പല്ലേ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ബോധമുള്ള മലയാളികൾ പുച്ഛിച്ച് തള്ളില്ലേ? ആർ ശ്രീലേഖയെ പരിഗണിച്ചിരുന്നു എന്നുള്ളത് ഇതൊരു പുതിയ വാർത്തയാ? ഇത് പുതിയതാണോ? ഇതുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നടന്നു. ഇലക്ഷൻ നടന്നു, റിസൾട്ട് വന്നു, മേയറെ പ്രഖ്യാപിച്ചു, മേയർ അധികാരം ഏറ്റെടുത്ത്. ഇത് കഴിഞ്ഞ് ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും മേയറെ ചുറ്റിപ്പറ്റിയിട്ട് കുത്തിത്തിരിപ്പായിട്ട് രംഗത്തെത്തുക. പരമാവധി ആർ ശ്രീലേഖയുടെ പിന്നാലെ ഇപ്പോ. അല്ല, ഇവരാരും എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ മറ്റൊരു പാർട്ടിയുടെയും, അതായത് കോൺഗ്രസിന്റെ മേയറുടെ അടുത്തേക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തേക്കോ മുനിസിപ്പൽ ചെയർമാന്റെ അടുത്തേക്ക്, ആരുടെ അടുത്തേക്ക് ഇവർക്കൊരു പ്രശ്നവുമില്ല, ഇവർക്കൊരു ചോദ്യവുമില്ല. ഒരു CPM-ന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തേക്ക് ഇവർ പോകുന്നേ ഇല്ല. എന്ത്? നിങ്ങൾ പോയി നോക്കൂ, അതിലും ഉണ്ടാവും ഒരുപാട് ആളുകൾ നിങ്ങളെ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അവർക്കൊരു അഭിപ്രായം പറയാണ്ടോ? നിങ്ങൾ അതെടുത്ത് അങ്ങ് ബിഗ് ബ്രേക്കിംഗ് ചെയ്യുന്നേ. ഇതെന്തൊരു അവസ്ഥയാ കേരളത്തിൽ ഇപ്പോ? സകല മലയാളികളും ഇത് തിരിച്ചറിയണം. ഒരു MP-യുടെ പിന്നാലെയായിരുന്നു സകല പ്രമുഖ മാധ്യമങ്ങളും. ഇപ്പൊ തലസ്ഥാന നഗരിയില് ഭാരതീയ ജനതാ പാർട്ടി അധികാരം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് പരമാവധി കുളം തോണ്ടാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയെ പൊട്ടിക്കണം എന്നൊരൊറ്റ ലക്ഷ്യമായിട്ട് സകലരും കൂടി അറിയാം. അതല്ലെങ്കിൽ ഈ ആർ ശ്രീലേഖയുടെ പിന്നാലേക്ക് നടക്കുന്നത് പോലെ മറ്റൊരു പാർട്ടിയുടെയും മറ്റൊരു നേതാവിന്റെ പിന്നാലെയും നടക്കുന്നില്ലല്ലോ. ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. ഇതൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയല്ല. ആർ ശ്രീലേഖയെ പരിഗണിക്കുമെന്ന് പറയുന്നത് ഒരു ഞെട്ടലില്ലാത്ത വാർത്തയാ. പിന്നെ ഈ ദിവസങ്ങൾ അധികാരത്തേക്ക് മേയർ സ്ഥാനಕ್ಕೆ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ഞെട്ടിക്കാൻ നടക്കുക കേരളത്തിലെ സകല ബിഗ് ബ്രേക്കിംഗ്. നാളല്ലേ ഇവന്മാർക്കൊന്നും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇതും പോത്തിപ്പൊക്കെ നടക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് ആർ ശ്രീലേഖ തന്നെ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. കാര്യം പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു. ഒരു സ്ഥലത്തും എക്കാലവും ഇല്ലാതിരുന്ന ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു. അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത്. എന്തെങ്കിലും തരത്തിൽ പിന്നീട് ഈ തീരുമാനം മാറുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പാർട്ടിയുടെ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല തരത്തിലുള്ള സമന്വയ ചർച്ചകൾ വരാറുണ്ട്. അപ്പോൾ ഒരു ചർച്ച അവസാന സമയം വന്നപ്പോൾ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു അതിന്റെ ചർച്ചകൾ വന്നപ്പോൾ
അന്നാണ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ച് ചർച്ച ചെയ്തത്. ഒരു സമന്വയം ഉണ്ടാക്കണം, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പം എല്ലാവരോടൊപ്പം ഞാനും പറഞ്ഞു, കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ് അതിനോടൊപ്പം ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത തീരുമാനം അറിയിച്ചപ്പോൾ അതിന് മേയർ എന്ന് പറയുന്നത് വേറെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത്. കുറച്ചുകൂടെ രാഷ്ട്രീയ പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചുകൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു. അത് ഇലക്ഷന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? ഇതിലപ്പുറം ഒന്നും ഇനി ഈ വിഷയത്തിൽ ഒരു മറുപടിയും ശ്രീലേഖ തന്നെ പറയേണ്ടതില്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം, മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒരു പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് ആരാണ് മേയറാവേണ്ടത്, ആരാണ് ഡെപ്യൂട്ടി മേയറാവേണ്ടത്. അത് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് കേരള ജനത ആ മേയറെ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്ത്, ഡെപ്യൂട്ടി മേയറെയും കൈയടിച്ച് തന്നെ സ്വീകരിച്ച്. ഇനി എന്തിനാ കുത്തിത്തിരിപ്പായിട്ട് രംഗത്തിറക്കുന്നത്? ശ്രീലേഖ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവർ യാഥാർത്ഥ്യം തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താ ഈ ഞെട്ടിക്കാൻ നിൽക്കുന്നത്? എനിക്ക് തീരെ മനസ്സിലായി. കുറെ ആളുകൾ ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അവിടെയുള്ള വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, അവിടെയുള്ള കഴിഞ്ഞ മുൻ മേയർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങള് അവരിയ്ക്കുന്ന സ്ഥലത്ത് പോലും കൂമ്പാരം പോലെ വേസ്റ്റ് മാലിന്യം ഉണ്ടായിട്ട് ശ്രീലേഖ അവിടെ എത്തിയിട്ട് അവർക്കൊരു കുടുസ് റൂമാണ് കിട്ടിയത്. വളരെ കുടുസ് റൂം, ചെറിയൊരു റൂം. അതായത് ഒരു കൗൺസിലർക്കൊക്കെ പുല്ല് വിലയാണ് VK പ്രശാന്ത് MLA ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണകൂടം ഈ പറയുന്ന കോർപ്പറേഷൻ ഭരിച്ചവർ കൊടുത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. ഒന്ന്, കോർപ്പറേഷൻ കെട്ടിടം തന്നെ MLA കൈയടക്കി വെച്ചിരിക്കുന്നത്. 2, ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് കൂമ്പാരമായിട്ട് കിടക്കുന്ന വേസ്റ്റുകൾ. ഇതൊരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ശ്രീലേഖ അവിടെ എത്തിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കേരള പൊതുസമൂഹം അത് കൈയടിച്ചു. എങ്ങനെ കൈയടിച്ചു? പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അല്ല, അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് കേരളത്തിലെ ഓൺലൈൻ മീഡിയാസ് ഏറ്റെടുത്ത് മുന്നോട്ട് എത്തിക്കുകയും ചെയ്ത്. ഇതൊരു വാർത്തയല്ലായിരുന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇത് പ്രത്യേകിച്ച് ചർച്ചയൊന്നും ആക്കില്ല. അതേസമയം ഇവര് കാര്യം ഇതൊരു ഞെട്ടിക്കൽ വാർത്തയാണ്. ഇത് തീരെ മനസ്സിലാവുന്നില്ല. അവരെ മേയർ സ്ഥാനാർത്ഥിയേക്ക് അവരെ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ പരിഗണിച്ചിട്ടില്ല. അവിടെ പരിഗണിച്ചിട്ടുള്ളത് ഇപ്പോ VV രാജേഷിനെയാ ഡെപ്യൂട്ടി മേയറേയും പരിഗണിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലാത്ത പ്രശ്നം ഇവിടെ മറ്റുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ ഇല്ലാത്ത പ്രശ്നം. അതായത് ചെമ്പിനില്ലാത്ത ചൂടെന്തിനാ മൂടിക്ക് എന്ന് ചോദിക്കുന്നത് പോലെയാ. പറയുന്ന പ്രസ്ഥാനവും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമില്ല. അവരുടെ ഇഷ്ടത്തിന് ആരാണ് മേയർ, ആരാണ് ഡെപ്യൂട്ടി മേയർ എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴും അതിന്റെ പിന്നാലെ പ്രമുഖ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും കേരളത്തിലെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.